എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് PSCയുടെ പുതിയ പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒക്ടോബർ 7-ാം തീയതി നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. പുതിയ രീതിയിലുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കണ്ടല്ലേ. പ്രസ്താവനയുടെ രീതിയിലുള്ളതും ശരിയായ ജോഡി കണ്ടെത്തുക, അങ്ങനെയുള്ള കുറേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഈ രീതിയിലുള്ള പുതിയ രീതിയിലുള്ള കുറേയധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പരീക്ഷകൾക്ക് ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇതുപോലുള്ള പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ 10 ചോദ്യങ്ങളും SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഞാനിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ ഓപ്ഷൻ ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. തന്നിട്ടുള്ളതിൽ തെറ്റായത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചമ്പാരനിലെ നീലം കർഷകരുടെ കലാപം 1917, അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918, ഖേദയിലെ കർഷക സമരം 1919, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക കേട്ടോ. ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഫസ്റ്റ് ചോദ്യം വായിക്കുമ്പോൾ. അതിനുശേഷം നമുക്ക് ആൻസർ പറയാം. കിട്ടുന്നുണ്ടോ? ഏതാണ്? ചമ്പാരനിലെ നീലം കർഷകരുടെ കലാപം 1917, അത് കറക്റ്റാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം അതും 1918, കറക്റ്റാണ്. ഖേഡയിലെ കർഷക സമരം 1919, അത് തെറ്റാണ്. ഓക്കെ, 1919 അല്ല, 1918 ഖേഡയിലെ കർഷക സമരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം, അതായത് തെറ്റായത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ്. ഖേഡയിലെ കർഷക സമരം 1919 എന്നുള്ളതാണ് തെറ്റ്. ശരിയായ വർഷം ഏതാണ്? 1918. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക് കരുതിയാൽ അത്രയും നല്ലത്. നമ്മൾ ഡെയിലി 10 ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് റിവിഷൻ ടൈമിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ, ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾ ഗസ് ചെയ്യാം കേട്ടോ. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്, ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓക്കെ, ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അടുത്തത്, സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? 3 ശരിയായി. അപ്പൊ അടുത്ത പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് അല്ല. പിന്നെ ആരാണ്? അതുകൂടെ അറിഞ്ഞിരിക്കുക, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് കേട്ടോ. ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ ആണല്ലോ. അപ്പൊ ബാക്കിയുള്ള 3 പ്രസ്താവനകളും
ആരുമായി ബന്ധപ്പെട്ടതാണ്? രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹവുമായി ബന്ധമില്ലാത്ത തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിട്ടുള്ളതിൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ഓക്കെ, ആര്യ സമാജവുമായി ബന്ധപ്പെട്ട ആശയം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. ഓപ്ഷൻ ബി ഹിന്ദുമതത്തിന്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടു. ഓപ്ഷൻ സി ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. ഓപ്ഷൻ ഡി ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ട ആശയം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു എന്നുള്ളതാണ് ആര്യ സമാജവുമായി ബന്ധപ്പെട്ടത്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ ബാക്കിയുള്ള 3 പോയിന്റ്സ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം അല്ലേ. ഹിന്ദുമതത്തിന്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടു. ഹിന്ദുമതത്തിന്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടു എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? സ്ഥാപക ആനി ബസന്റ് ആണ് അല്ലേ. ആനി ബസന്റ്. ഓക്കെ, സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. ഹിന്ദുമതത്തിന്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടു എന്ന പ്രസ്താവന തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശയമാണ്. ആനി ബസന്റ് ആണ് സ്ഥാപക. ഇനി ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു എന്ന് പറയുന്ന ആശയം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. അപ്പോൾ ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു എന്ന ആശയം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു എന്ന് പറയുന്നത് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയമാണ് കേട്ടോ. സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപകൻ ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, EV രാമസ്വാമി നായ്ക്കർ ആണ്. ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു എന്നുള്ളത് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഓപ്ഷൻസും കിട്ടി. നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടത് വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇത്രയും കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 എണ്ണം തന്നിട്ടുണ്ട്. 1 ശ്രേണീപരമായ സംഘടനം, 2 സ്ഥിരത, 3 വൈദഗ്ധ്യം, 4 അസ്ഥിരത. ഏതൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ? ഓപ്ഷൻ തന്നിട്ടുണ്ട് 1ഉം 4ഉം. 1ഉം 4ഉം എന്ന് പറയുമ്പോൾ ശ്രേണീപരമായ സംഘടനവും അസ്ഥിരതയുമാണ്. ഓപ്ഷൻ ബി 1, 2, 3 ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, വൈദഗ്ധ്യം. ഓപ്ഷൻ സി 3ഉം 4ഉം വൈദഗ്ധ്യവും അസ്ഥിരതയും. ഓപ്ഷൻ ഡി 1, 2, 4 ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, അസ്ഥിരത. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളായിട്ട് വരുന്നത് ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, വൈദഗ്ധ്യം. ഇത് 3ഉമാണ്. അസ്ഥിരത തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 1, 2, 3 എന്നിവയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ വരുന്നത് 1ഉം 2ഉം 3ഉമാണ്. ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, വൈദഗ്ധ്യം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1, 2, 3 എന്നിവയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. അടുത്ത ചോദ്യം നോക്കുക. ഫെബ്രുവരി വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെബ്രുവരി വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ സി ചൈനീസ് വിപ്ലവം, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. റഷ്യൻ വിപ്ലവം.
അപ്പോൾ നമ്മൾ ഈ വിപ്ലവങ്ങളുടെ ക്ലാസ് വളരെ എളുപ്പത്തിൽ ഒരു കഥയുടെ രൂപത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ വിപ്ലവങ്ങളും നമ്മളൊരു കഥ പോലെ പഠിച്ചെടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ തന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരിക്കലും മറക്കൂല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ എന്താണ് ഫെബ്രുവരി വിപ്ലവം? റഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും പകരം മെൻഷെവിക് പാർട്ടിയുടെ അലക്സാണ്ടർ കെരൻസ്കി ഭരണത്തിൽ വരികയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവം എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കഥ കേട്ട് വീഡിയോ കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒക്ടോബർ 7-ാം തീയതിയിലെ എക്സാമിന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോൾ വിപ്ലവങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചെടുക്കുക. അടുത്ത ചോദ്യം നോക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം നൽകുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, UGC രൂപീകരിക്കുക. ഏതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ഓക്കെ, ബന്ധമില്ലാത്ത പ്രസ്താവന സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 3 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, UGC രൂപീകരിക്കുക. ഇത് 3 എന്താണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഏതാണ്? സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. അതാണ് തെറ്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. അപ്പൊ മാറിപ്പോകരുത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളത് ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയുള്ള എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. റിവിഷൻ ചെയ്യുന്നതും എല്ലാം ഈ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് എക്സാമിന് പോകുമ്പോൾ ചോദ്യങ്ങൾ കാണുമ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടും. അടുത്ത ചോദ്യം നോക്കുക. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. കാറ്റ് ഏത്? അപ്പോൾ കാറ്റിനെ കുറിച്ച് നമുക്ക് ചിനൂക്കിനെ കുറിച്ച് കഴിഞ്ഞ എക്സാമിന് ഒരു ചോദ്യം കണ്ടല്ലേ. അപ്പോൾ കാറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിന് ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. ഏത് കാറ്റാണ്? ഫൊൻ ആണ് കേട്ടോ. ഫൊൻ എന്ന് പറയുന്ന കാറ്റാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാദേശികവാദങ്ങൾ, ചക്രവാദങ്ങൾ, അങ്ങനെ കാറ്റിനെ കുറിച്ച് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, കാറ്റിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫൊൻ എന്ന് പറയുന്ന കാറ്റാണ് ഇത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ശരിയായ ജോഡി ഏത്? നാരുവിള പരുത്തി, പാനീയവിള കരിമ്പ്, സുഗന്ധവിള കാപ്പി, മറ്റു വിളകൾ റബ്ബർ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? നാരുവിള, പരുത്തി നാരുവിളയിൽ പെടുന്നതാണ്. നമുക്കറിയാം അല്ലേ, നാരുവിളകളിൽ വരുന്നതാണ് പരുത്തി. പാനീയവിള കരിമ്പ്, കരിമ്പ് ഒരു പാനീയവിളയാണോ? അല്ല അല്ലേ, പാനീയവിള എന്ന് പറയുമ്പോൾ അല്ല, തെറ്റാണ്. സുഗന്ധവിള കാപ്പി, സുഗന്ധവിള എന്ന് പറയുന്നത് കാപ്പി എന്ന് പറയുന്നത് സുഗന്ധവിളയാണോ? അല്ല. സുഗന്ധവിളയിൽ വരുന്ന എന്താണ്? ഏലം അല്ലെ, ഗ്രാമ്പു, ജാതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. സുഗന്ധവിളയിൽ വരിക ഏലക്ക അല്ലെ. അപ്പോൾ പാനീയ വിളയിൽ വരുന്നതാണ് കാപ്പി, പാനീയ വിളയിലാണ് വരേണ്ടത് അല്ലെ. കാപ്പി, തേയിലയൊക്കെ പാനീയ വിളയിലാണ്. സുഗന്ധ വിളയിൽ വരുന്നത് ഏലം, കുരുമുളക്, ഗ്രാമ്പു, ജാതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സുഗന്ധ വിളയിൽ വരേണ്ടത്. മറ്റു വിളകൾ എന്ന് പറയുന്നതിലാണ് റബ്ബർ, കരിമ്പ് ഒക്കെ വരിക അല്ലെ. അപ്പം റബ്ബർ എന്താണ്? മറ്റു വിളകളിൽ വരുന്നതാണ്. ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ശരിയായി കിട്ടിയത്? 1ഉം 4ഉം ആണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 4ഉം. ഓക്കെ ആണല്ലോ.
അപ്പോൾ ശരിയായ ജോഡി ഏത്? ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡി ഏത്? ഒഡീഷ മയൂർഭഞ്ച്, ജാർഖണ്ഡ് ചിക്മഗ്ലൂർ, കർണാടകം ദുർഗ്, ഗോവ മർമഗോവ. അപ്പോൾ ഇതെന്താണ് തന്നിട്ടുള്ളത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളും അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇരുമ്പയിര് ഖനന മേഖലകളും സംസ്ഥാനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഒഡീഷ മയൂർഭഞ്ച് കറക്റ്റ് ആണോ? ഒഡീഷ മയൂർഭഞ്ച് ശരിയാണ്, ശരിയായ ജോഡിയാണ്. ദെൻ ജാർഖണ്ഡ് ചിക്മഗ്ലൂർ, കർണാടകം ദുർഗ്, ഇത് രണ്ടും തെറ്റാണ്. ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജാർഖണ്ഡ് ദുർഗും കർണാടകം ചിക്മഗ്ലൂറുമാണ്. ഓക്കെ, കർണാടകത്തിലാണ് ചിക്മഗ്ലൂർ, ജാർഖണ്ഡിൽ ദുർഗാണ്. ഓക്കെ, ഇത് മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഗോവയിലാണ് മർമഗോവ, അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഒഡീഷ മയൂർഭഞ്ച് 1ഉം അതുപോലെ തന്നെ 4ഉമാണ്. ഓക്കെ, സോറി, 1ഉം 4ഉമാണ് നമ്മുടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, 1ഉം 4ഉമാണ് ശരി. ഒഡീഷ മയൂർഭഞ്ച്, ഗോവ മർമഗോവ, ഇത് രണ്ടും ശരിയാണ്. ജാർഖണ്ഡ് ദുർഗാണ്, കർണാടകം ചിക്മഗ്ലൂറാണ്, ഇത് രണ്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. രണ്ടാമത് ഓപ്ഷൻ താൽക്കാലിക അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം 1949 നവംബർ 26. അപ്പോൾ ഇതിൽ ഏത് പ്രസ്താവനയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ 2ഉം 3ഉം തന്നിട്ടുണ്ട്, 1ഉം 3ഉം തന്നിട്ടുണ്ട്, 1, 4, 3, 4. ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 എന്നുള്ള പ്രസ്താവന ശരിയാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 തന്നെയാണ്. അത് കറക്റ്റാണ്. അടുത്തത് താൽക്കാലിക അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. അപ്പോൾ അത് രണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. അതും കറക്റ്റാണ്. ഓക്കെ, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? 1ഉം 4ഉമാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. ഇത് രണ്ടുമാണ് കറക്റ്റ്. ഇത് ഓർത്തിരിക്കുക. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള 10 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇതുപോലെ 10 ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക് കരുതുക. അതിൽ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാം ടൈമിൽ ഇതെടുത്തിട്ട് റിവിഷൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും PSCയുടെ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേഗം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്